ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് നമുക്ക് ക്ലാസ്സുള്ള വിവരം ഞാൻ ഇന്നലെയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ടിവിയിൽ കണ്ടവരുണ്ടാവും. അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളും നോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇന്ന് ക്ലാസ്സുള്ള വിവരം അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരോടൊന്ന് പറയണം കേട്ടോ. ഞാൻ ഇന്നലെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ഡെയിലി നമ്മുടെ ചാനൽ നോക്കുക, ഓരോ അറിയിപ്പുകൾ അപ്പപ്പം ഇടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, കേരള പാഠാവലി. കൺഫ്യൂഷൻ ഉണ്ടോ കൂട്ടുകാർക്ക്? എന്താണ് കേരള പാഠാവലി? നിങ്ങൾക്ക് കേരള പാഠാവലി എടുത്തിട്ടുള്ള, അതായത് അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ള കൂട്ടുകാർക്ക് കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും അങ്ങനെ 2 മലയാളം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കേരള പാഠാവലി എന്ന് പറയുന്നത് മലയാളം ഫസ്റ്റ് ആണ്, പിന്നെ മലയാളം സെക്കൻഡ് ആണ് അടിസ്ഥാന പാഠാവലി. ഈ മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ഒക്കെ എല്ലാ കൂട്ടുകാർക്കും മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. പക്ഷെ ചില കൂട്ടുകാർക്ക് കേരള പാഠാവലി ഉണ്ടാവില്ല. പകരം എന്തായിരിക്കും അറിയോ? നിങ്ങളിപ്പോ സംസ്കൃതം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള പാഠാവലിക്ക് പകരം സംസ്കൃതമായിരിക്കും, അല്ലെങ്കിൽ അറബിക് ആയിരിക്കും, അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരു ഭാഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഈ ഭാഷകളൊന്നും എടുക്കാത്തവർക്കായിരിക്കും മലയാളം ഫസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല 3 അടിപൊളി ടീച്ചേഴ്സ് ആണ്. ഒരുപാട് പാട്ടുകൾ കേട്ടു അല്ലെ. ഇന്ന് നമ്മൾ കവിതകളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് നല്ല മനോഹരമായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോയി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് കവിതകൾ കേട്ടു. ആദ്യം തന്നെ നമ്മൾ എന്താ കേട്ടത്? മഴയെ കുറിച്ചായിരുന്നു അല്ലെ. ടീച്ചേഴ്സിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു. മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ തുറക്കുന്നതിനോടൊപ്പം തന്നെ മഴയും വരും അല്ലെ. നമ്മള് സ്കൂളിലേക്ക് പോവാൻ കൃത്യം 9 മണിയൊക്കെ ആവുമ്പോ ബാഗും ഒക്കെ എടുത്ത് ഇറങ്ങുമ്പോ അപ്പ പെയ്യാൻ തുടങ്ങും. അപ്പൊ ഇപ്പോഴും മഴ അതുപോലെയൊക്കെ തന്നെ ഏകദേശം മിക്കവാറും ദിവസങ്ങളും പെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മാത്രമാണ് സ്കൂളിൽ പോവാൻ സാധിക്കാത്തത് അല്ലെ. അതിന്റെ സങ്കടം എല്ലാ കൂട്ടുകാർക്കും ഉണ്ട്. എങ്കിലും സാരമില്ല, ഇതൊക്കെ മാറും എന്ന് നമുക്ക് ആശിക്കാം. ഓക്കെ, അപ്പൊ മഴയുടെ ചറപ്പറ പെയ്യുന്ന മഴ അല്ലെ, പേമാരിയായിട്ട് പെയ്യുന്ന മഴ, പുഞ്ചിരി തൂകുന്ന മഴ, ചിലപ്പോഴൊക്കെ നമുക്ക് പ്രകൃതി കരയുന്നതായിട്ടും മഴയെ പറയാറുണ്ട്. അപ്പൊ മഴയ്ക്ക് പല മുഖങ്ങളാണ് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറയണ്ടായി. അതിനുശേഷം നമ്മള് കൃഷി, നമ്മുടെ വീട്ടുമുറ്റത്തെ കൃഷികളെ പറ്റി പറഞ്ഞു അല്ലെ. നമ്മള് വേനൽക്കാലത്ത് വെള്ളമൊക്കെ വറ്റി, പിന്നെ കിണറില് ഈ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം നിറയുന്നൊക്കെ നമ്മൾ നോക്കി നിൽക്കും. അപ്പൊ ടീച്ചർ കൈകൊണ്ട് മുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ട് കിണറിൽ കൈമുക്കാനൊന്നും പോകരുത്. രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് പറയാ, അവരുടെ മേൽനോട്ടത്തിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അപകടം പിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അതിനുശേഷം നമ്മളൊരു കൊട്ട ചീര ഉണ്ടാക്കി അല്ലെ. നമ്മള് വീട്ടിൽ പല കയ്പ, മുരിങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. കോവയ്ക്ക എന്റെ വീട്ടിലുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ കയ്പൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മള് ഒരു കടങ്കഥ കേട്ടു അല്ലെ. കടങ്കഥയുടെ ഉത്തരം എന്തായിരുന്നു? ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, അതിനിപ്പോ പല രൂപങ്ങളിൽ, പായസമായിട്ട് ഉപയോഗിച്ചു, കറി വെക്കാൻ ഉപയോഗിച്ചു, ഉപ്പേരി വെക്കാൻ ഉപയോഗിച്ചു, പച്ചയാവുമ്പോ ഒരു രീതിയില്, പഴുക്കുമ്പോ മറ്റൊരു രീതിയില് അല്ലെ. കുരു അടക്കം നമ്മള് യൂസ് ചെയ്തിട്ടുള്ള, ഭക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തു, ഒരു പഴവർഗ്ഗമാണ്. എന്തായിരുന്നു? അതെ, നമ്മുടെ ചക്കക്കുട്ടനായിരുന്നു അല്ലെ. നമ്മൾ എത്ര പേര്, ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് ഒരു തവണയെങ്കിലും ചക്ക കഴിക്കാത്തവരായിട്ട്. ഒരു തവണയെന്നല്ല, മിക്ക വീടുകളിലും കൂടുതലും ഇത് തന്നെയായിരുന്നു ഭക്ഷണം. കാരണം ലഭ്യമായിരുന്നു, സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നു ചക്ക. അതുകൊണ്ട് തന്നെയാണ്. അപ്പോ ഇതിനെ കുറിച്ചൊരു പഴഞ്ചൊല്ലല്ല, കടങ്കഥയാണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ അതെല്ലാരും എഴുതിയെടുക്കണം കേട്ടോ. ചുറ്റോട് ചുറ്റും മുള്ളുവേലി. എന്താണ് ഈ ചുറ്റോട് ചുറ്റും മുള്ളുവേലി? അതാ മുകളിൽ ഇങ്ങനെ നമുക്ക് തൊട്ടാല് കുത്തുന്ന പോലെ, ആണി പോലെ തോന്നൂലേ അതിന്റെ തോല്. ഓക്കെ, അതാണ് ചുറ്റോട് ചുറ്റും മുള്ളുവേലി. അതിനകത്ത് ചള്ളുവേലി. ചക്ക മുറിച്ചാല് നമുക്കറിയാം, ചക്ക പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളില് ചള്ള്, നമ്മള് ചവണ എന്നൊക്കെ പറയും, നമ്മൾ കഴിക്കാതെ ഒഴിവാക്കണം. ചിലർ അതുകൊണ്ട് ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി പൊരിച്ചിട്ടൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ അതിന് ചവണ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് ചള്ളുവേലി. അതിനകത്ത് കുഞ്ഞൻ തവള. ഈ കുഞ്ഞൻ തവള എന്ന് ഉദ്ദേശിച്ചത് എന്തിനാ? നമ്മുടെ ചക്കച്ചുളയെയാണ് അല്ലെ. നല്ല പഴുത്ത സ്വർണ്ണ നിറമുള്ള ചക്കച്ചുള, എന്ത് മധുരമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞൻ തവളയുടെ ഉള്ളിലാരാ? വെള്ളാരം കല്ല് എന്നും പറയാം. നല്ല വെളുത്ത നിറത്തില്
ആരാ ഉണ്ടാവുക? അതെ, നമ്മളെ കുരു, ചക്കക്കുരു. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു കടങ്കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. കേരള പാഠാവലി എന്ന ഹെഡിങ് ഒക്കെ കൊടുത്തോളൂ. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കടങ്കഥകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു കടങ്കഥ എഴുതിയെടുത്തോളൂ. അതിനുശേഷം നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ പഴങ്ങൾ, പച്ചക്കറികൾ ഇവയൊക്കെ കുറിച്ചുള്ള കടങ്കഥകൾ ഒന്ന് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കടങ്കഥകൾ നമ്മളുടെ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ പലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. എന്നാലും നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കുറച്ച് കടങ്കഥകൾ നോക്കാം. അപ്പൊ ഈ കടങ്കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സ് ഒരു കൃഷി സ്ഥലത്താ പോയത് അല്ലെ. അതെ, കൃഷി നമ്മൾ പലപ്പോഴും പലരും ഇപ്പോ കാണുന്ന പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ പണ്ട് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന അല്ലെ ഒന്നാണ് കൃഷി. അപ്പൊ ടീച്ചർ ഒരു കവിത, നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് ചൊല്ലിത്തന്നു. കൃഷിയുടെ വിവരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെയായിരുന്നു അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്? ആദ്യം കലപ്പെടുത്ത് ഉഴുന്നത് ഉണ്ടായിരുന്നു. അതിനുശേഷം വിത്ത് വിതയ്ക്കുന്നത്, അത് വളരുന്നത്, ഞാറുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാറിങ്ങനെ പറിച്ച് നടാം. കൃത്യഅകലത്തില് വരിക്ക് ഇങ്ങനെ നടും. അപ്പൊ അതിന് ഇടയിൽ കളകൾ വലുതാവുമ്പോ കളകളൊക്കെ പിഴുതെറിയുക, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളെന്നും കഴിക്കുന്ന നമ്മുടെ ചോറ് അല്ലെ. അതിന് നെല്ലല്ലേ നമ്മൾ പുഴുങ്ങുന്നത്. അപ്പൊ ഈ നെല്ല് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും കാരണങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സ്വർണ്ണ വർണ്ണത്തിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന നെൽപ്പാടം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നെല്ലൊക്കെ ഇങ്ങനെ കൊയ്തെടുക്കും. കൊയ്തെടുത്തതിന് ശേഷം മെതിച്ചതിന് ശേഷം നെൽക്കളങ്ങളിൽ സൂക്ഷിക്കും. ഇതിനുള്ളിലൊക്കെ നെല്ലാണ്. ഈ നെൽക്കളങ്ങളിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മളെ വീടുകളിലെ പത്തായം എന്താണെന്നറിയാലോ? 2 മുറി പത്തായത്തിൽ 1 മുറി വിത്തിന്. നമ്മള് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് പത്തായം. ഇതില് 2 മുറികൾ അല്ലെങ്കിൽ 2 അറകളാണ് ഉണ്ടാവുക. ഒന്നില് നമുക്ക് കഴിക്കാൻ എന്ന രീതിയിൽ നെല്ല് സൂക്ഷിച്ചു വെക്കും. മറ്റൊരു അറയിൽ ഈ വിത്ത് എന്ന് പറയുന്നത് നെല്ല് തന്നെയാണ്. അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതാണ് വിതയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മള് മാറ്റി വെക്കുന്ന വിത്തെടുത്ത് ഉണ്ണരുത് എന്ന് പറയാറുണ്ട് അല്ലെ. നമുക്ക് അടുത്ത വർഷവും വിതയ്ക്കണ്ടേ, എങ്കിലല്ലേ അടുത്ത വർഷവും കഴിക്കാനുള്ളത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പത്തായത്തെ കുറിച്ചും ഒന്നുകൂടി ഓർത്തു. അതിനുശേഷം നമ്മള് ഓണത്തിലേക്കല്ലേ പോയത്. നമ്മുടെ ഉത്സവം, കൊയ്ത്തുത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിനെ പറ്റി പറഞ്ഞപ്പോ നമ്മുടെ ഇടയിലേക്ക് ആര് വന്നു? നമ്മുടെ മാവേലി തമ്പുരാൻ വന്നു അല്ലെ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ടീച്ചർ നല്ല മനോഹരമായിട്ടൊരു പാട്ടും പാടി തന്നിട്ടാണ് നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിച്ചത്. അപ്പൊ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ വർക്ക് കടങ്കഥകളായിരുന്നു. നമുക്ക് കടങ്കഥകൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ചക്ക തന്നെയാണ്. അകത്തറുത്താൽ പുറത്തറിയും. ഉത്തരം ചക്കയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സംശയമുണ്ടോ? അകത്തറുക്കുക എന്ന് പറഞ്ഞാല് അറുക്കുക. നമ്മളെ ചക്ക മുറിച്ചാൽ ഇപ്പൊ ഒരു വീട്ടിന്റെ ഉള്ളിൽ, ഒരു റൂമിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ആരും കാണാതെ മുറിച്ചതെങ്കിൽ കൂടിയിട്ട് ചുറ്റുപാടുള്ളവർക്ക് മുഴുവനും അറിയാൻ കഴിയും അവിടെ ചക്കയുണ്ടെന്ന്. എന്തുകൊണ്ടാ? ചക്കയുടെ മണം. എന്ത് നല്ല മണമാണ്. ആ മണം ഇങ്ങനെ പരക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അകത്തറുത്താൽ നമുക്ക് ഒളിച്ചൊന്നും ചക്ക മുറിക്കാൻ കഴിയില്ല. മുറിച്ചാലും അത് പുറത്ത് അതിന്റെ മണം അറിയും. ഓക്കെ, അടുത്തത് അടിപാറ നടുവടി മീതെ കൂട. മറ്റൊന്നല്ല, അടിയിൽ പാറ എന്ന് പറയുന്നത് ചേനയാണ് പാറ എന്ന് ഉദ്ദേശിച്ചത്. നടുവടി അതിന്റെ തണ്ട്, മീതെ കൂട. നിങ്ങൾ ചേനയുടെ ചെടി കണ്ടിട്ടുണ്ടോ? നല്ല മുകൾ ഇല നോക്കിയിട്ട് ഒരു കുട വിരിച്ചതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനോടോ അമ്മേനോടോ ചോദിച്ചിട്ട് എവിടെയെങ്കിലും വീടിന്റെ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു ചേനയെങ്കിലും. അപ്പൊ അതൊന്ന് കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിയിൽ പച്ചക്കുന്ന് മുകളിൽ മഞ്ഞക്കുട്ടൻ തലയിൽ കിരീടം. ആൻസർ കൈതച്ചക്കം അല്ല കേട്ടോ, അത് അവിടെ ഒരു ഡിസൈൻ ആണ്. അവിടെ കണ്ടാൽ ഒരുപാട് വട്ടങ്ങളുണ്ട്. അതിലൊരു വട്ടം കറക്റ്റ് അവിടെ വന്ന് നിന്ന് പോയതാണ്. സോറി, ആൻസർ കൈതച്ചക്ക എന്നാണ്. അടിയിൽ പച്ചക്കുന്ന്, അടിയിൽ എന്താ? ചെടി അല്ലെ. കൈതച്ചക്കയുടെ നിക്കണം നിങ്ങൾ കണ്ടുണ്ടോ? അടിയിൽ ചെടി ഉണ്ടാവും. അത് അതിന്റെ മുകളിലാണ് നമ്മുടെ കൈതച്ചക്ക ഉണ്ടാവുക. അതിന്റെ തലയിൽ വീണ്ടും എന്തുണ്ട്? ഈ ചെടി പോലെ ഇലയുണ്ട്. അതാണ് ഈ കിരീടം എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് കാട് വെട്ടി, ഓട് വെട്ടി, വെട്ടി, വെള്ളം കണ്ടു. അതായത് കാട് എന്ന് ഉദ്ദേശിക്കുന്നത് ചകിരിയാണ്. ചകിരീനെ വെട്ടി. ഓടെന്താ? നമ്മുടെ ചിരട്ട. വെള്ള എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്?
വെള്ളം കണ്ടു. തേങ്ങേനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കഴിച്ചു. അതായത് നമ്മളിപ്പോ വെള്ളരിയും മത്തനും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അത് എന്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വിത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊച്ചിയിലാണ് ഇട്ടതെങ്കിൽ കൊല്ലത്ത് എത്തും എന്നല്ല അതിന്റെ അർത്ഥം. ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വള്ളി പോയി 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 വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതിന്റെ കായ വെള്ളരി ഉണ്ടാവുക. മത്തനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. ആൻസർ പാവയ്ക്ക. മുരിക്ക് എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുള്ള ഒരു മരമാണ്. പിന്നെ കാഞ്ഞിരം എന്ന് പറഞ്ഞാല് നല്ല കയ്പുള്ള ഒരു കായയാണ്. അപ്പൊ മുള്ളുണ്ട് കയ്പുണ്ട്, എന്നാൽ ഇത് രണ്ടുമല്ല. അപ്പൊ എന്താണ്? പാവയ്ക്കയാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാല് പച്ചപ്പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ട തേങ്ങ. അതായത് നിങ്ങൾ പപ്പായ, നമ്മുടെ പപ്പായക്ക് എന്താ വേറൊരു പേര്, കറുമൂസ എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടില്. അപ്പൊ ഇതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പലക കൊട്ടാരത്തിൽ, അതായത് ആ ഒരു ചെടി, അതിന്റെ ഒരു മരം, അതില് 10ഉം 100ഉം കൊട്ട തേങ്ങ, നല്ല കുട്ടി തേങ്ങകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പപ്പായ. അതാണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ മാവേലിയുടെ ഒരു പാട്ടും പാടിയിട്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഇപ്പൊ ആ ഒരു കവിത അല്ലെങ്കിൽ ആ ഒരു പാട്ട് കാണാം, നമ്മുടെ മാവേലി നടുവാണിടും കാലം. അപ്പൊ ഞാൻ ഏതായാലും ചൊല്ലി അത് കുളമാക്കുന്നില്ല, നല്ല മനോഹരമായി നമ്മുടെ ടീച്ചർ ചൊല്ലി തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നാളെ മുതൽ നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ തൽക്കാലം ടാറ്റാ.